ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ 4ാം ഘട്ടത്തിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ചോദ്യങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ചില ചോദ്യങ്ങളൊന്ന് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. ചിലത് പ്രോപ്പറായിട്ട് വാല്യൂസ് തന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലത് നമുക്ക് കാണുമ്പം അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി ചോദ്യങ്ങളെല്ലാം തന്നെ സിമ്പിൾ ആയിരുന്നു. മെന്റൽ എബിലിറ്റി പാർട്ടൊന്നും അധികം നമ്മളെ ബുദ്ധിമുട്ടിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ 20 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം കേട്ടോ. നേരെ പോവാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 2. അല്ലെ, ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാണ്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളുടെ ക്രമമാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ബോർഡ് മാസ് റൂൾ ആണ്. അല്ലെ, ഈ ബോർഡ് മാസ് റൂൾ പൂർണ്ണമായി വേണ്ട, നമുക്ക് ഡി മാസ് മാത്രം മതി. അല്ലെ, എന്താണ് ഇവിടെ 4 ക്രിയകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഡിവിഷൻ ചെയ്യുക, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര കിട്ടും? 1. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 1 എന്നാണ്. അല്ലെ, പിന്നെ വരുന്നത് എന്താണ്? മൈനസ് 4 പ്ലസ് ഇനി എന്താണ് വരുന്നത്? 5 ഇൻറ്റു 2 ആണ്. 5 ഇൻറ്റു 2 എത്രയാണ്? 10. നമുക്കിത് ഇങ്ങനെ തന്നെ എഴുതാം. 3 ഇൻറ്റു 1 ആര് തന്നെയാണ്? 3 തന്നെയാണ്. 3 മൈനസ് 4 പ്ലസ് 10 ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അല്ലെ, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. 4ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് 3 കുറയ്ക്കുക, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട അഡിഷൻ ആണ്. പക്ഷെ അഡിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ആഡ് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള 3ഉം ഈ ഒരു 10ഉം തമ്മിൽ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ 13 മൈനസ് 4 9 എന്ന് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം 3ൽ നിന്ന് 4 കുറയ്ക്കുക. 3ൽ നിന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടും? മൈനസ് 1ഉം 10ഉം തമ്മിൽ കൂട്ടുക. മൈനസ് 1ഉം 10ഉം തമ്മിൽ കൂട്ടുന്നതിന് പകരം 10ൽ നിന്ന് 1 കുറച്ചിട്ട് 9 എന്ന് എഴുതിയാലും മതിയല്ലോ. അല്ലേ, എഴുതിയാലും ഓക്കെയാണ്. ആൻസർ എത്രയാ? 9. കുഴപ്പമില്ലല്ലോ, കിട്ടുന്നുണ്ടല്ലോ. യെസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1. 3 ഇൻറ്റു 1 3 തന്നെയാണ്. അടുത്ത 5 ഇൻറ്റു 2 10 ആണ്. അല്ലെ, 10ഉം 3ഉം 13. 13ൽ നിന്ന് ആരെ കുറയ്ക്കുക? 4ന് കുറയ്ക്കുക. എത്ര കിട്ടിയിട്ടുണ്ട്? 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം: 2/7 അല്ലെങ്കിൽ 7ൽ 2 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? 1ൽ നിന്ന് 2/7 കുറച്ചാൽ അല്ലേ. ഈ 2/7 ഏത് നമ്പർ കൂട്ടിയാലാണ് 1 കിട്ടുന്നതെന്ന് അറിയാൻ 1ൽ നിന്ന് 2/7 കുറച്ചാൽ പോരെ? മതി. അപ്പൊ 1ൽ നിന്ന് 2/7 കുറയ്ക്കുക. 1ൽ നിന്ന് ഒരു ഭിന്നസംഖ്യ കുറയ്ക്കുന്നതിന് പകരം ഭിന്നസംഖ്യയുടെ ഛേദം അതുപോലെ എടുത്തെഴുതുക. എന്നിട്ടോ ഈ ഛേദത്തിൽ നിന്ന് അംശത്തെ കുറയ്ക്കുക. 7ൽ നിന്ന് 2 കുറയ്ക്കുക. 7ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടൂടാ? 5. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 5/7 എന്നാണ്. ഓക്കെ, അപ്പൊ 2/7 എന്ന് പറയുന്ന സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ലെ, അപ്പൊ ഇവിടെ ഈ കൂട്ടിയ നമ്പറായ എക്സ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1ൽ നിന്ന് ആര് ഒഴിവാക്കുക? 2/7 ഒഴിവാക്കുക. 1ൽ നിന്ന് 2/7 ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് 7 അതുപോലെ തന്നെ കിടന്നോട്ടെ. 7ൽ നിന്ന് ആരെ കുറയ്ക്കുക? 2 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 5. അപ്പൊ ആൻസർ 5/7 എന്നാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം 5/7 ഉറപ്പിക്കാം. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്: √0.01 ഇൻറ്റു √0.0025. ഇത് 2 തരത്തിൽ ചെയ്യാം ഈ ചോദ്യത്തെ. നമുക്കിത് റൂട്ട് പ്രത്യേകം കണ്ടുപിടിക്കാം. അപ്പൊ 0.01ന്റെ റൂട്ട് എന്താണ്? 1ന്റെ റൂട്ട് 1 ആണ്. 0.01ന്റെ റൂട്ട് എന്താണെന്ന് വെച്ചാൽ 0.1 എന്നാണ്. 1ന്റെ റൂട്ട് 1 അല്ലെ, ഡെസിമൽ പ്ലേസ് ഒരെണ്ണം മതി. ഇവിടെ വരുമ്പോൾ 0.0025 എന്നാണ്. റൂട്ട് എടുക്കുമ്പോൾ 25ന്റെ റൂട്ട് എടുക്കുക. 25ന്റെ റൂട്ട് എത്രയാ? 5 അല്ലെ. ഇവിടെ എത്ര ദശാംശ സ്ഥാനം ഉള്ളത്? 4. റൂട്ട് എടുത്തെഴുതുമ്പോൾ അത് 2 ആക്കി എഴുതുക കേട്ടോ. അപ്പൊ 0.05 എന്നാണ്. അപ്പൊ 0.1 ഇൻറ്റു 0.05 ഇങ്ങനെയല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ 5ഉം 1ഉം തമ്മിൽ ഗുണിക്കുക. എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ദശാംശ സ്ഥാനം എത്ര ഉള്ളത്? ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, മൊത്തം 3 സ്ഥാനം വരുന്നുണ്ട്. ആൻസർ എഴുതുമ്പോൾ 0.005 ഇങ്ങനെ ചെയ്യും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ
0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025 എന്ന് എഴുതുന്നതിന് പകരം 0.01 ഇൻറ്റു 0.0025 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 1ന്റെയും ഈ 25ന്റെയും റൂട്ട് എടുത്ത് എഴുതുക. 1ന്റെ റൂട്ട് 1 തന്നെയാണ്, 25ന്റെ റൂട്ട് 5. ഇവരെ തമ്മിൽ ഗുണിക്കുക. 1 ഇൻറ്റു 5 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 1 ഇൻറ്റു 5. 1 ഇൻറ്റു 5 എത്രയാ? 5 തന്നെയാണ്. ഇനി നിങ്ങൾ റൂട്ടിന് പുറത്തേക്കാണല്ലോ വരുന്നത്. ഇപ്പൊ നമ്മൾ റൂട്ടാണ് എടുത്തെഴുതിയത്. 1ന്റെ റൂട്ട് എടുത്തു, 25ന്റെ റൂട്ട് എടുത്തു, ഗുണിച്ചെഴുതി. ഇനി ഡെസിമൽ പ്ലേസ് നോക്കുക. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 4 സ്ഥാനം അല്ലേ? അപ്പൊ മൊത്തം എത്രയായി? 6 സ്ഥാനമായിട്ടുണ്ട്. ഈ 6 സ്ഥാനത്തിന്റെ റൂട്ട് എടുത്ത് എഴുതുമ്പോൾ എത്ര സ്ഥാനം മതി? 3 സ്ഥാനം മതി കേട്ടോ. മൊത്തം 6 സ്ഥാനമുണ്ട്. അതിന്റെ റൂട്ട് എടുത്ത് എഴുതുമ്പോൾ എത്ര മതി? 3 സ്ഥാനം മതി. അപ്പൊ 0.005 കണ്ടോ. ഇങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഗുണിച്ചെഴുതിയ ശേഷം റൂട്ട് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ റൂട്ട് എടുത്ത് എഴുതിയ ശേഷം എന്ത് ചെയ്യാം? ഗുണിക്കാം അല്ലെ? ഏത് തരത്തിൽ ചെയ്താലും ഉത്തരം ശരിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്തത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ 0.001 ആയിരുന്നു, ഇവിടെ 0.0025 ആയിരുന്നു അല്ലെ? 0.01ഉം അല്ലെ, ഞാൻ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. 0.01ഉം 0.0025 ആണ്. ചെയ്യേണ്ട കാര്യം ഇവരെ തമ്മിൽ ഗുണിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1ഉം 25 ഗുണിച്ചാൽ 25 കിട്ടും. ദശാംശ സ്ഥാനം ഇവിടെ 2 എണ്ണം, 4 എണ്ണം, മൊത്തം എത്ര ആയിട്ടുണ്ട്? 6 സ്ഥാനം. അപ്പൊ എഴുതുമ്പോ 0.000 അല്ലെ? എന്നിട്ട് ഇതിന്റെ റൂട്ട് എടുത്ത് എഴുതിയാൽ മതി. 25ന്റെ റൂട്ട് 5 ആണ്. ഇവിടെ എത്ര ദശാംശ സ്ഥാനമാണുള്ളത്? 6. അതിന്റെ റൂട്ട് എടുത്ത് എഴുതുമ്പോൾ എത്ര സ്ഥാനം മതി? 3 സ്ഥാനം മതി. അപ്പൊ ആൻസർ 0.005 എന്നാണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. കിട്ടിയോ? കുഴപ്പമില്ലല്ലോ. യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക്. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621ഉം അവയുടെ തുക 50ഉം ആണ്. ഓക്കെ, ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്ന് ചോദിക്കുകയാണ്. 2 ഒറ്റ സംഖ്യകളുണ്ട്, അവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ 621 കിട്ടി അല്ലെ? അപ്പൊ ഈ 2 സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചപ്പോ അതെന്ത് പറയാണ്? 50 എന്ന് പറയാണ്. ഈ സംഖ്യകൾ ആരെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. നമുക്കറിയാം ഇവരുടെ ഗുണനഫലം 621 ആണ്. ഈ 621ന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു സംഖ്യ നമുക്കറിയാം അല്ലേടാ? ആരാ അത്? 625. ഈ 625 എന്ന് വെച്ചാൽ ആരാ? 25 ഇൻറ്റു 25 അല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. 25നെ 25 കൊണ്ട് ഗുണിച്ചാൽ 625 എന്ന് കിട്ടും ആണല്ലോ. എന്നാൽ നമുക്ക് മറ്റു 2 ഒറ്റ സംഖ്യകളെ ഗുണിക്കുമ്പോൾ 621 എന്ന് കിട്ടുന്നു അല്ലെ? ഇവിടെ 5ഉം 5ഉം ഗുണിച്ചത് കൊണ്ടാണ് എന്ത് കിട്ടിയത്? 5 കിട്ടിയത്. അതുപോലെ ഈ 20ന്റെ റേഞ്ചിൽ തന്നെ 2 ഒറ്റ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 1ൽ അവസാനിക്കണം എന്നായിരിക്കും. അതാരൊക്കെയാന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. 23ഉം 27ഉം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഘടകങ്ങളാക്കി ചെയ്യാം. ഈ ഒരു ചോദ്യം കിട്ടിയപ്പോൾ 621 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾക്ക് ഘടകങ്ങളാക്കാം. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇവിടെ 2 കിട്ടും, 0 കിട്ടും, 7 കിട്ടും. 207 എന്ന് കിട്ടിയല്ലോ. ആണ്. ഈ 207നെ പിന്നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ലേ? പറ്റും അല്ലേ? 20ൽ എത്ര 3 ഉണ്ട്? 6. പിന്നെ ഒരു നേരെ 27 ആണ്. അവിടെ എത്ര വന്നു അല്ലെ? ഇതിനെ പിന്നെയും നമുക്ക് എന്താ ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? 69നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20. അതുകൊണ്ട് തന്നെ ഈ ഘടക സംഖ്യകൾ ആരെന്ന് ഈസി ആയിട്ട് പറയാം. ഒരാൾ 23 ആണ്. അടുത്ത ആൾ ആരാന്ന് വെച്ചാൽ ഈ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ സംഖ്യകൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഒരാൾ 23 ആണ്, അടുത്ത ആൾ 27 ആണ്. 23നെ 27 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 621 എന്നാണ് അല്ലെ? മാത്രമല്ല ഈ 2 സംഖ്യകളെ കൂട്ടിയാൽ 50 കിട്ടുന്നുണ്ടോ? ഉണ്ട്. 23ഉം 27ഉം തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടുന്നുണ്ട്? 50 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ 2 സംഖ്യകളുടെയും തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലമാണ്. 23ന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ആരാന്ന് വെച്ചാൽ അത് 25 ആണ്. 27ന്റെ തൊട്ടടുത്ത ഒറ്റ സംഖ്യ ആരാന്ന് വെച്ചാൽ അത് ആരാ? എന്ന് പറഞ്ഞോ? 29 ആണ്. കണ്ടോ? 25 ഇൻറ്റു 29 ആണ് നമ്മുടെ ഉത്തരം അല്ലെ? 25നെ 29 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരാ? 725. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തൊട്ടടുത്ത ഒറ്റ സംഖ്യകൾ 23ന്റെ തൊട്ടടുത്തത് 25, 27ന്റേത് 29, ഇവരെ തമ്മിൽ ഗുണിച്ചെഴുതുക. അപ്പൊ നമുക്ക് കിട്ടുന്ന 720. ചെയ്ത കാര്യം കൃത്യമായിട്ട് നോക്കുക. 2 സംഖ്യകളുടെ ഗുണനഫലം 621 കൂട്ടിയാൽ 50.
അപ്പൊ സംഖ്യകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിനെ 23 എന്നും 27 എന്നും എടുക്കാം. ഇവരെ ഗുണിച്ചാലാണ് എന്ത് കിട്ടുന്നത്? 621. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം വേണം. 23ന്റെ തൊട്ടടുത്ത സംഖ്യ ആരാന്ന് വെച്ചാൽ അത് 25ആണ്. 27ന്റെ തൊട്ടടുത്ത സംഖ്യ ആരാന്ന് വെച്ചാൽ അത് 29ആണ്. 25ഉം 29ഉം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 725. 725 എന്നാണ് ഉത്തരം. കുഴപ്പമില്ലല്ലോ, ചെയ്തെടുക്കാവുന്നല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. 122 ഇൻറ്റു 41 എന്ന് പറയുന്നത് 5002 ആണ്. ആയാൽ 1.22 ഇൻറ്റു 41 എത്ര? അല്ലെ, 122നെ 41 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 5002. 122നെ 41 കൊണ്ട് ഗുണിച്ചാൽ 5002 കിട്ടും. എന്നാൽ ഇവിടെ 1.22നെ 41 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? സിമ്പിൾ ആണ്. ഇതിനകത്ത് ദശാംശം കൂടി എക്സ്ട്രാ വരുമെന്നേ ഉള്ളൂ. അല്ലെ, 122നെ 41 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഏത് നമ്പറാ? 5002. അതുപോലെ അങ്ങ് എഴുതുക. ഇനി നമ്മൾ ഈ രണ്ടാമത് ഗുണിക്കാനായി തന്നിരിക്കുന്ന മൂല്യത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്ന് നോക്കിയേ. 2 സ്ഥാനമുണ്ട്. ഈ 2 സ്ഥാനം കൂടി ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 50.02 കേട്ടോ. അപ്പൊ 122നെ 41 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 5002 കിട്ടും. ഇതിലെ ദശാംശ സ്ഥാനം 2 സ്ഥാനം ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 50.02 എന്നാണ്. 50.02 കഴിഞ്ഞു അല്ലെ. ആ ദശാംശം മാത്രം മാറ്റി കൊടുത്താൽ 1 മാർക്കാണ്. ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം. 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഇത്. ഈ ഒരു ചോദ്യം പൂർണ്ണമല്ല, അതുകൊണ്ട് തന്നെ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. ഈ 5 സംഖ്യകളുടെ ശരാശരി 51 എന്ന് പറയുമ്പോൾ അത് ഏത് സംഖ്യ വേണമെങ്കിലും ആവാം, എവിടെയുള്ള സംഖ്യ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ അതിലെ ചെറുതും വലുതും കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ചോദ്യം എങ്ങനെയാ തരേണ്ടേ? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 51 അങ്ങനെ തന്നാലാണ് ഉത്തരം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളെന്നോ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളെന്നോ തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളെന്നോ തന്നിട്ട് നിങ്ങളോട് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം എഴുതാം. ഇവിടെ സംഖ്യകൾ എന്ന് മാത്രമേ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംഖ്യകളെ നിങ്ങൾ എണ്ണൽ സംഖ്യകളായിട്ട് പരിഗണിച്ചോളൂ. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 51 അല്ലേ. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം 51 ആയിരിക്കും. അതിനുശേഷം രണ്ടുപേരുണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? 52 ഉണ്ടാവും, 53 ഉണ്ടാവും. ശരിയല്ലേ? എന്നാൽ അതിന് മുമ്പ് രണ്ടുപേരുണ്ടാവൂലേ? ഉണ്ടാവും. ആരൊക്കെയാ? ഒരു 50 ഉണ്ടാവും, 49 ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ തുടർച്ചയായ 5 സംഖ്യകളാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ ഉത്തരം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ നമുക്ക് എഴുതാം 49, 49 കേട്ടോ. എന്തായാലും ഈ ചോദ്യം പൂർണ്ണം അല്ലാത്തത് കൊണ്ട് നമുക്കത് ഉറപ്പിക്കണ്ട. എന്നാലും ഉത്തരം എഴുതിയവർക്ക് ആശ്വസിക്കാം കേട്ടോ. നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണ്, 49 കേട്ടോ. ഇതിൽ വലുത് ഏതാണെന്ന് ചോദിച്ചാലോ? 51 കഴിഞ്ഞ് 52, 53. വലിയ സംഖ്യ 53 എടുക്കണം. അടുത്ത ചോദ്യം. 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട്? 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണം ഉണ്ട്? അപ്പൊ നിങ്ങൾ ഈ സംഖ്യകളുമായിട്ട് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ തന്നെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരക്ക സംഖ്യകൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാറുണ്ട്? 10 എണ്ണം എന്ന് പറയാറുണ്ട്, 0 കൂടെ ചേർത്ത്. പക്ഷെ പൊതുവെ നമ്മൾ എണ്ണൽ സംഖ്യകളെ കുറിച്ച് മാത്രം പറയാണ്. ഒരക്ക എണ്ണൽ സംഖ്യകൾ എത്രയാണ് എന്ന് വെച്ചാൽ 9 എന്ന് പറയും അല്ലെ. ഇവിടെ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടില്ല. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 9. ഒരക്ക സംഖ്യകൾ എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം? 10 എണ്ണം. ഓക്കെ. രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം അല്ലെ? അതെന്താണ്? പൂർണ്ണസംഖ്യകളാണ്. 10 മുതൽ 99 വരെ. എത്ര പേരാ? 90 അല്ലെ. അടുത്ത 3 അക്ക സംഖ്യകൾ എത്രയാണ്? 3 അക്ക സംഖ്യകൾ എത്രയാണ്? എവിടെ മുതലാണ്? 100 മുതൽ 999 വരെ. അത് എത്ര പേരാണെന്ന് അറിയാവോ? അത് 900 പേര്. ഓക്കെ. ഇനി 4 അക്ക സംഖ്യകൾ എത്ര പേരാണെന്ന് ചോദിച്ചാലോ? അത് 9000 പേരാ കേട്ടോ. അപ്പൊ ഒരക്ക സംഖ്യകൾ 9 പേര്, രണ്ടക്ക സംഖ്യകൾ 90 പേര്, 3 അക്ക സംഖ്യകൾ 900 പേര്, 4 അക്ക സംഖ്യകൾ 9000 പേര് അല്ലെ. അങ്ങനെയാണെങ്കിൽ 5 അക്ക സംഖ്യകൾ ഇനി ആരെങ്കിലും പറഞ്ഞു തരണോ? അല്ലെ. ഒരു 9 ഇടുക, ബാക്കി 0 ഇട്ട് കൊടുക്കുക. എത്രയായി? അത് നമുക്ക് എത്ര എണ്ണം പറയാം? 90000 എന്ന് പറയാം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇതാട്ടോ. ഓക്കെ. അപ്പൊ ആലോചിക്കുക, ഒരക്ക സംഖ്യകൾ എണ്ണൽ സംഖ്യകളാണെങ്കിൽ 9, എണ്ണൽ സംഖ്യകളല്ലാതെ സംഖ്യകൾ ഒരക്ക സംഖ്യകൾ എന്ന് മാത്രമാണെങ്കിൽ അത് 10 എന്ന് പറയാം കേട്ടോ. രണ്ടക്ക സംഖ്യകൾ 90, 3 അക്ക സംഖ്യകൾ 900, 4 അക്ക സംഖ്യകൾ 9000. അപ്പൊ 5 അക്ക സംഖ്യകൾ എത്രയാ? 90000. ഇത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക് ക്ലാസ്സിന്
വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ യൂട്യൂബ് സീരീസുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്ത തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ എന്താണ്? 3-1 അല്ലെ, 9-2, 3-4 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത് എന്നാണ്. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ആരൊക്കെയാന്ന് നോക്കിയേ. 3-1 ഉണ്ട് അല്ലെ, പിന്നെ 9-2 ഉണ്ട്, അതുപോലെ 4/3 ഉണ്ട്. ഇങ്ങനെ ഭിന്നസംഖ്യകളുണ്ട്. ഇതിന്റെ മൈനസ് അങ്ങ് വിട്ടേക്ക്, മൈനസ് നമുക്ക് അവസാനം എടുത്താൽ മതി. ഈ ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും കണ്ടെത്താമോ? ഈ തന്നിട്ടുള്ള ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും നിങ്ങൾക്ക് കണ്ടെത്താമല്ലോ. കണ്ടെത്താം അല്ലെ. അപ്പൊ 3-1 എന്ന് പറയുന്നതിനെ ഇവിടെ ഛേദസംഖ്യ ആരാണ്? 9 ആണ്. അതുകൊണ്ട് തന്നെ ഈ 3-1 നമുക്ക് എങ്ങനെ എഴുതാം? താഴെ മുകളിലും ഇവിടെയും 3 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 3 കൊണ്ട് ഗുണിച്ചാൽ ഇതെങ്ങനെ എഴുതാം? 3/9 എന്ന് എഴുതാം അല്ലെ. അടുത്ത വരുന്നത് 2/9 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഗുണിക്കാം, 3 കൊണ്ട് ഗുണിക്കാം, എന്ത് കിട്ടും? 12/9 എന്ന് കിട്ടും. അപ്പൊ 3/9, 2/9, 12/9. ഓക്കെ ആണല്ലോ. 3/9, 2/9, 12/9. ഇങ്ങനെ ഛേദം തുല്യമാണെങ്കിൽ വലിയ ഭിന്നസംഖ്യ ആരാന്ന് നമുക്കറിയാം അല്ലേ. വലിയ നമ്പർ അംശമായിട്ട് വന്നാൽ അത് വലിയ ഭിന്നസംഖ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വലിയ നമ്പർ ആരാന്ന് വെച്ചാൽ ആരാ? 12/9 അല്ലെ. ചെറിയ നമ്പർ ആര് എന്ന് ചോദിച്ചാലോ? ചെറിയ നമ്പർ, ഈ കൂട്ടത്തിലെ ചെറിയ നമ്പർ ആരാന്ന് വെച്ചാൽ അത് 2/9 അല്ലെ. അപ്പൊ അവർക്കിടയിൽ ആരാ വരുന്നത്? 3/9. ഇതാണ് ഇതിന്റെ എന്ത്? ഒരു അവരോഹണ ക്രമം. എന്തിനാണ് ഞാൻ ഈ അവരോഹണം എടുത്തെഴുതിയത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരോഹണ ക്രമമാണ്. ആരോഹണം എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. പിടികിട്ടിയോ? എന്നാൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 1, 2, 3 ഇതെന്ത് ക്രമമാണ്? ആരോഹണ ക്രമമാണ്. എന്നാൽ ഇത് -1, -2, -3 വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ക്രമമായി? അവരോഹണ ക്രമമായി. നേരെ തിരിയും കേട്ടോ. ഇത് വലുത്, -3 ചെറുത് എന്നുള്ള രീതിയിൽ ക്രമം തിരിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആരോഹണ ക്രമം എഴുതാൻ വേണ്ടി ഞാൻ ചിഹ്നമില്ലാതെ സംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതി. മനസ്സിലായോ? അപ്പൊ ഈ 3-1, 9-2, 3-4 എന്നീ സംഖ്യകളെ ഞാൻ ചിഹ്നമില്ലാതെ ഏത് ക്രമത്തിൽ എഴുതി? അവരോഹണ ക്രമത്തിൽ എഴുതി. എന്നിട്ട് നമ്മൾ അതിൽ എന്തിട്ട് കൊടുത്തു? മൈനസ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇതിന്റെ ക്രമം മാറി. ഏത് ക്രമത്തിലെത്തി? ആരോഹണ ക്രമത്തിലെത്തി. ഇൻക്രീസിങ് ഓർഡർ അല്ലെ. അപ്പൊ ശരിക്കും ഇതിനെങ്ങനെ എഴുതാം? -12/9 എന്ന് എഴുതാൻ പറ്റുമോ? -12/9 എന്താണ്? ആരാണ് അവിടെ വരുന്നത്? 4/3 ആണ്. ശരിയല്ലേ. പിന്നെ -3/9 എന്ന് എഴുതാൻ പറ്റുമോ? -1/3 ആണ്. അടുത്തത് കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. -2/9 ആണ്. ഇതാണ് ഇതിന്റെ എന്ത്? ആരോഹണ ക്രമം. -4/3, -1/3, -2/9. ശരിയല്ലേ. അപ്പൊ ഇതിന്റെ ആരോഹണ ക്രമമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ? ബി ആണ്. തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലേ. അപ്പൊ ചെയ്ത കാര്യം കൃത്യമായിട്ട് നോക്കുക. ചിഹ്നമില്ലാതെ നമ്മൾ സംഖ്യകൾ എന്ത് ചെയ്തു? ക്രമത്തിലാക്കി എഴുതണം. ചിഹ്നമില്ലാതെ ആണെങ്കിൽ ഇത് നേരെ തിരിയോട്ടോ. ഓക്കെ, ചിഹ്നമില്ലാതെ എഴുതാനാണെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ ആരാ? ഇത് ഏറ്റവും ചെറിയ നമ്പർ 1/3 ആണ് അല്ലേ. ഏറ്റവും വലിയ നമ്പർ ആരാ? 4/3 ആണ് അല്ലേ. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന ആരാ? 2/9 ആണ്. ഇങ്ങനെയാണോ? ഉറപ്പാണോ? ഇങ്ങനെ വരുമോ? ഇല്ല. ഈ കൂട്ടത്തിലെ ചെറുത് ആര് തന്നെയാണ്ടാ? 2/9 തന്നെയാണ് കേട്ടോ. അപ്പൊ ചിഹ്നമില്ലാതെ എഴുതുകയാണെങ്കിൽ ഏറ്റവും ചെറുത് ആരാണ്ടാ? 2/9 അല്ലേ. കുറച്ചുകൂടെ വലുതാരാന്ന് വെച്ചാൽ അത് 3-1 അല്ലേ. കുറച്ചുകൂടെ വലുതാരാന്ന് വെച്ചാൽ 4/3, 3-4. എന്നാൽ ഇതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? ഒരു മൈനസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആരോഹണ ക്രമം എഴുതുമ്പോൾ നേരെ തിരിച്ചെഴുതണം. എങ്ങനെ? -4/3, -1/3, -2/9. കണ്ടോ? ഇങ്ങനെ എഴുതിക്കോണം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. കണ്ടോ? ഇതാണ്. ചെയ്യാൻ പറ്റിയില്ലേ? അപ്പൊ മൈനസ് ഇല്ലാതെയാണ് നമ്മൾ ക്രമത്തിൽ എഴുതിയത്. എന്നിട്ട് എന്തിട്ട് കൊടുത്തു? മൈനസ് ഇട്ട് കൊടുക്കൂ അല്ലെ. അപ്പൊ മൈനസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ സ്വഭാവമേ മാറും കേട്ടോ. അടുത്ത ചോദ്യം, 3 പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? എപ്പോഴും നമ്മൾ പറയുന്നതല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അല്ലെ. 3 പേന വാങ്ങി ഒരെണ്ണം സൗജന്യം. അപ്പൊ നമ്മുടെ ടോട്ടൽ പർച്ചേസ് എത്രയാ? 4 എണ്ണം. 4 എണ്ണത്തിൽ ഒരെണ്ണം ഫ്രീ. 3 പേന വാങ്ങിയപ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? 4-1 ഫ്രീ. ഇതിനെന്ത് ചെയ്താൽ മതി? ഒരു 100 കൊണ്ട് ഗുണിച്ചു.
അപ്പോൾ ഈ ഒരു 4ഉം ഈ ഒരു 100ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 25 കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 25% ഡിസ്കൗണ്ട് അല്ലേ? അപ്പൊ 3 വാങ്ങുമ്പോൾ 1 ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് അറിയാം. 3 ഒന്നും കൂടെ കൂട്ടുക 4. ഈ 4ൽ 1 ഫ്രീ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 25. എത്ര ശതമാനം? 25%. 25%. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ 30, 36, 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. 30 സെക്കൻഡ്, 36, 48 ഇങ്ങനെ അളവുകളിലാണ് എന്ത് ചെയ്യുന്നത്? അവര് ചേഞ്ച് ആവുന്നത്. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണ്. ഈ 3 ട്രാഫിക് ലൈറ്റുകളും രാവിലെ 7 മണിക്ക് ഒരേ സമയം എന്തായിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ അവ ഒരുമിച്ച് അതിനുശേഷം എപ്പോഴാണ് മാറുന്നത്? അവ ഒരുമിച്ച് വീണ്ടും മാറുന്നത് ഏത് സമയത്താണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മൾ LCM HCF ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ്. ഈ പറയുന്ന സമയങ്ങളുടെ എല്ലാം LCM എടുക്കുക. 30ന്റെയും 36ന്റെയും 48ന്റെയും അല്ലെ? ഇവരുടെ LCM എടുക്കുക. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 10 കിട്ടും. ഇവിടെ കിട്ടുന്നത് എന്താണ്? 12 ആണ് അല്ലെ? ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 16 അല്ലെ? പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 5 കിട്ടും, 6 കിട്ടും, 8 കിട്ടും. പിന്നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു 2 കൊണ്ട്. അപ്പൊ എത്ര കിട്ടി? 5 കിട്ടി, 3 കിട്ടി, 4 കിട്ടി. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇവിടുത്തെ LCM എടുത്തെഴുതണം. ഇവിടുത്തെ LCM എങ്ങനെയാ? 5, 4, 20, 23, 60, 63, 180, 180ന്റെ ഇരട്ടി 360, 360ന്റെ ഇരട്ടി 700. കിട്ടിയോ? അപ്പൊ ഇവിടുത്തെ LCM എന്താണെന്ന് വെച്ചാൽ 720 സെക്കൻഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? രാവിലെ 7 മണിക്ക് ഇത് ഒരുമിച്ച് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ? ഇനി എപ്പോഴാണ്, എത്ര സമയം കഴിയുമ്പോഴാണ് ഒരുമിച്ച് അവര് തെളിയുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആകുന്നത് എന്ന് വെച്ചാൽ 720 സെക്കൻഡ് കഴിയുമ്പോഴാണ്. 720 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പൊ നമുക്കറിയാം ഈ 720 സെക്കൻഡ് എന്നെഴുതുന്നതുകൊണ്ട് കാര്യമില്ല. ഈ 720 സെക്കൻഡിനെ ഏതിലേക്ക് മാറ്റണം? മിനിറ്റിലേക്ക് മാറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? 720നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 720നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യും അല്ലെ? 72നെ 6 കൊണ്ട് ഹരിക്കട്ടെ. എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12. അപ്പൊ എന്ത് പറയാം? 12 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവര് പിന്നെയും ഒരുമിച്ച് ചേഞ്ച് ആവും അല്ലെ? അപ്പൊ 720 എന്ന് പറയുന്ന LCM വാല്യൂ കണ്ടെത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് പ്രകാശിക്കുന്ന സമയത്തിലേക്ക് എത്തിക്കാനാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചേഞ്ച് ആകുന്ന സമയത്തിലേക്ക് എത്തിക്കാനാണ്. അപ്പൊ ആ സമയങ്ങളുടെ എല്ലാം LCM കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏറ്റവും ചെറുതെടുത്തപ്പോൾ 720 കിട്ടി. 720 സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ 720 സെക്കൻഡ് നമ്മൾ മിനിറ്റിലേക്ക് മാറ്റി. എങ്ങനെയാ? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 12 മിനിറ്റിനു ശേഷം അല്ലെ? കൃത്യമായി പറഞ്ഞാൽ 7:12 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതൊരുമിച്ച് പ്രകാശിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ചേഞ്ച് ആകുന്നു എന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയത്. അത് എത്രയാണ്? 12 മിനിറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം. 4/3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2/3. 4/3 ഡിവൈഡഡ് ബൈ 4. ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതുന്നതിന് പകരം 1/4 എന്ന് എഴുതിക്കൂടെ അല്ലെ? ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? 2/3യും കൂടെ കൂട്ടുക. ഈ 4 ക്യാൻസൽ ചെയ്യും. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. 1/3യും 2/3യും തമ്മിൽ കൂട്ടുക അല്ലെ? 1/3യും 2/3യും തമ്മിൽ കൂട്ടിയാൽ 3/3 എന്ന് എഴുതുക. 3/3 എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 1. ഓക്കെ. അപ്പൊ 4/3യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1/3. ഒരു സംശയവും വേണ്ട. അതിന്റെ കൂടെ ആരെ കൂട്ടുക? 2/3യെ കൂട്ടി എഴുതുക. അപ്പൊ 1/3യും 2/3യും തമ്മിൽ കൂട്ടിയാൽ 3/3 എന്ന് എഴുതാം. 3/3 ആരാ? 1 കേട്ടോ. തെറ്റിപ്പോവോ? ഇല്ല. ഓക്കെ. അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം. മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു അല്ലെ? മുന്നിൽ നിന്ന് 16-മത്, പിന്നിൽ നിന്ന് 15-മത്.
എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേർ? നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്ഥാനനിർണയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ. അപ്പൊ ഒരേ വരിയിൽ തന്നെ ഒരാള് പിന്നിൽ നിന്ന് 15ഉം മുന്നിൽ നിന്ന് 16ഉം അല്ലെ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ആ വരിയിൽ ആകെ ആളുകളെ കണ്ടെത്താൻ ഈ 15ഉം 16ഉം തമ്മിൽ കൂട്ടുക, 15ഉം 16ഉം തമ്മിൽ കൂട്ടുക, എന്നിട്ട് 1 കുറയ്ക്കുക. 15ഉം 16ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 31 എന്ന് കിട്ടും. ഈ 31ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 30 എന്നല്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം. കിട്ടിയോ? അപ്പൊ ഒരേ വരിയിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ പിന്നിൽ നിന്ന് 15ഉം കിട്ടുന്നുണ്ട്, മുന്നിൽ നിന്ന് 16ഉം. 15ഉം 16ഉം തമ്മിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ട് 31. ഇതിൽ നിന്ന് 1 കുറച്ചാൽ ആകെ ആളുകളുടെ എണ്ണം 30 എന്ന് എഴുതാൻ പറ്റും. കുഴപ്പമില്ലല്ലോ. ഇതല്ലേ 30. അടുത്തൊരു ചോദ്യം, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ശ്രേണി എങ്ങനെയാണ്? 4, 10, 28, 82 ഇങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പദം കണ്ടെത്തുക. ഇത് കണ്ടെത്താൻ എന്താണ് മാർഗം? 4ൽ നിന്ന് 10ലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. 4 10ലേക്ക് എത്തിയത് എങ്ങനെയാണ്? 6 കൂടിയിട്ടാ അല്ലെ. 10 28ലേക്ക് പോവാണ്. എന്ത് സംഭവിച്ചിട്ടാ? അവിടെ ഒരു 18 കൂടിയിട്ടാ അല്ലെ. അടുത്ത് 28 82ലേക്ക് പോവാണ്. എത്ര കൂടിയിട്ടാ? 54 കൂടിയിട്ടാ. മനസ്സിലായോ? ആദ്യം 6 കൂടി, പിന്നെ 18 കൂടി, പിന്നെ 54. അപ്പൊ അവിടെ കൂട്ടുന്ന ആ ഒരു ക്രമം നോക്കുക. ഇവിടെ 6 കൂടിയിട്ടുണ്ട്. 6ന്റെ 3 മടങ്ങാണ് 18. 18ന്റെ 3 മടങ്ങാണ് ആര്? 54. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് കൂട്ടണം? 54ന്റെ 3 മടങ്ങ് കൂട്ടണം. 50ന്റെ 3 മടങ്ങ് 150 അല്ലെ. 4ന്റെ 3 മടങ്ങ് എത്രയാ? 4 3 12. അപ്പൊ 162 ഇവിടെ കൂട്ടിയിടണം. അപ്പൊ 82 എന്ന് പറയുന്ന നിലവിലുള്ള വാല്യൂവിനോടൊപ്പം 162നെ കൂട്ടി എഴുതിയാൽ മതി അല്ലെ. അപ്പൊ നമുക്കറിയാം 80ഉം 160ഉം കൂട്ടിയാൽ 240, 2 2 4. അപ്പൊ നമുക്ക് എവിടെ എത്താൻ പറ്റും? 244 എത്താൻ പറ്റും. അപ്പൊ തൊട്ടടുത്ത നമ്പർ ആര് എന്ന് ചോദിച്ചാൽ 244 ആണ്. ചെയ്ത കാര്യം നോക്കുക. ആദ്യം 6 കൂടി, 6ന്റെ 3 മടങ്ങ് 18, 18ന്റെ 3 മടങ്ങ് 54. അടുത്തതോ 54ന്റെ 3 മടങ്ങ് എത്രയാ? 162 കൂട്ടി എഴുതി. 82ഉം 162ഉം ചേർത്തിട്ട് നമുക്ക് എത്ര എന്ന് പറയാം? 244 എന്ന്. കുഴപ്പമില്ലല്ലോ. സിമ്പിൾ സീരീസാ, വലിയ കുഴപ്പമില്ല. അടുത്തൊരു ചോദ്യം, ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. തന്നിട്ടുള്ളതിനെ ശരിയായ രീതിയിൽ, തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വീട്ട് നമ്പർ. നമുക്കറിയാം ഏറ്റവും ഇതിനകത്തുള്ള ഏറ്റവും ചെറുത് എന്ന് പറയുന്ന വീട്ട് നമ്പറാണ്. അവിടെ നിന്ന് എവിടെ പോകണം? പഞ്ചായത്തിൽ എത്തണം അല്ലെ. പഞ്ചായത്തിൽ നിന്ന് എവിടെ പോകണം? ജില്ലയിൽ പോകണം, സംസ്ഥാനത്തും പോകണം. അങ്ങനെയാണെങ്കിൽ എവിടെ തുടങ്ങണം? വീട്ട് നമ്പർ അല്ലെ. 2 പഞ്ചായത്ത്, 3 ജില്ല, 4 സംസ്ഥാനം, ഇങ്ങനെ വരണം. വീട്ട് നമ്പർ, പഞ്ചായത്ത്, ജില്ല, സംസ്ഥാനം. അങ്ങനെ ഒരു ക്രമം ഇതിനകത്തുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചെടുക്കുക. എവിടെ നിന്ന്? 4ൽ നിന്ന് തുടങ്ങാം. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ട് നമ്പർ. അങ്ങനെ ഉണ്ടോ നോക്കിയേ. സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, വീട്ട് നമ്പർ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ക്രമീകരണം ആര് എന്ന് ചോദിച്ചാൽ ഇവിടെ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായ രീതിയിലുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായ രീതിയിലുള്ള ക്രമീകരണം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. കുഴപ്പമില്ലല്ലോ. ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ആണ്. അടുത്തൊരു ചോദ്യം, ഓസ്കാർ സിനിമ ബുക്കർ ഡാഷ് ഏത് ഭാഗമാണത്? അനലോഗിയാണ് കേട്ടോ. സമാന ബന്ധങ്ങൾ. ഓസ്കാർ സിനിമയുമായി ബന്ധപ്പെട്ട പുരസ്കാരമാണ്. ബുക്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാഹിത്യമാണ് അല്ലെ. അപ്പൊ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ് ബുക്കർ. അതുകൊണ്ട് തന്നെ സമാന ബന്ധത്തിലെടുത്താൽ ബുക്കറിന് നേരെ ആരേ വരത്തുള്ളൂ? സാഹിത്യം തന്നെ വരുള്ളൂ അല്ലെ. ഇനി പറയാണ് 10 സ്ക്വയർ 100, 100 സ്ക്വയർ എത്ര? ഇത് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ഉത്തരായില്ലേ അല്ലെ. 10ന്റെ സ്ക്വയർ വരുമ്പോൾ 100 നമുക്കറിയാം. 10 × 10. 100ന്റെ സ്ക്വയർ വരുമ്പോൾ അതിനകത്ത് എത്ര 0 വേണം? 4 0 വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 10,000. സോ ഉത്തരം ബി ആണ് കേട്ടോ. 100ന്റെ സ്ക്വയർ 1000ത്തിൽ എത്തിച്ച പോലെ അങ്ങനെയാണോ? അല്ല. 100ന്റെ സ്ക്വയർ 10,000ത്തിൽ എത്തിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? 0 മാത്രം നോക്കിയാൽ മതി അല്ലെ. 10നെ സ്ക്വയർ ചെയ്താൽ 2 0 ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ 100നെ സ്ക്വയർ ചെയ്താൽ എത്രയാവണം? അതിന്റെ ഇരട്ടി ആകണം. അപ്പൊ 4 0 വരണം. ഓക്കെ. ഇനി വ്യത്യസ്തമായത് ഏത്? ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ഒറ്റയാൻ ഏത്? വ്യത്യസ്തമായത് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചതുരം, സാമാന്തരികം, ലംബകം ഇവരെല്ലാം ചതുർഭുജങ്ങളാണ്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയും. 4 വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ ക്വാഡ്രിലാറ്ററൽസ് എത്ര പേരുണ്ട്?
4 പേരുണ്ടോ? ഇല്ല, 3 പേരേ ഉള്ളൂ. ഇവരെല്ലാവരും ഒരേ സ്വഭാവക്കാരാണ്. എന്നാൽ ത്രികോണം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാറില്ല. അത് ത്രികോണം തന്നെയാണ്. 3 വശം മാത്രമേ ഉള്ളൂ. 4 വശം ഉണ്ടെങ്കിലേ ക്വാഡ്രിലാറ്ററൽ ആവുള്ളൂ. അല്ലേ? 3 വശം ഉണ്ടെങ്കിൽ അതിനെ ത്രികോണം എന്ന് തന്നെ വിളിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏതാ? ത്രികോണം തന്നെയാണ്. കളയരുത്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം, മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആണ്. അയാൾ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഓക്കെ, അപ്പം മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിത. അപ്പം മകളുടെ വയസ്സ് ഡി എന്നെടുക്കാം, ഡോട്ട അല്ലെ? അപ്പൊ സുനിതയുടെ പ്രായം എന്തായിരിക്കും? അതിന്റെ 5 മടങ്ങല്ലേ 5D. ഓക്കെ, ഇനി പറയാണ് 2 വർഷം കഴിഞ്ഞാൽ, 2 വർഷം കഴിയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് എത്രയാവും? കൂട്ടുമ്പോൾ 40 ആവും അല്ലേ? രണ്ടുപേരുടെയും കൂടെ ആകെ പ്രായം 40. എന്നാൽ ഇപ്പോ ഇവരുടെ വയസ്സ് എത്രയാ? 2 വയസ്സ് വീതം കുറവല്ലേ? അല്ലേ? അപ്പോ 2 വർഷം കഴിയുമ്പോൾ 40 ആവുമെങ്കിൽ ഇപ്പോ ഇവർക്ക് രണ്ടുപേർക്കും 2 വയസ്സ് വീതം കുറവാണ്. അപ്പൊ 4 കുറഞ്ഞിട്ട് ഇപ്പൊ 36. അപ്പൊ സുനിതയ്ക്കും മകൾക്കും ഇപ്പോൾ ആകെ പ്രായം 36. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഒന്ന് കൂട്ടാം അല്ലേ? അപ്പൊ മകളുടെ പ്രായം ഡി ആണ്, സുനിതയുടെ പ്രായം 5D ആണ്. അപ്പം ഡിയും 5Dയും കൂടെ ചേർന്നാൽ 6D, 6D എന്ന് കിട്ടുമല്ലോ. ആണ്. ഈ 6D എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 36 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡി എന്താണ് എന്ന് ചോദിച്ചാൽ 36/6 അല്ലേ? 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ 6 ആണോ? അല്ല. ഇത് മകളുടെ പ്രായമാണ് 6. മകളുടെ ഇപ്പോഴത്തെ പ്രായമാണ് 6. നമുക്ക് വേണ്ടത് സുനിതയുടെ പ്രായമാണ് 5D ആണ്. അപ്പൊ എന്ത് ചെയ്യാ? 5 × 6, 5 × 6, 30 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ് അല്ലെ? അപ്പൊ സുനിതയുടെ പ്രായം എന്താണ്? മകളുടെ പ്രായത്തിന്റെ 5 മടങ്ങായതുകൊണ്ട് നമുക്ക് 5D എന്ന് എടുക്കാം. ഡിയും 5Dയും അല്ലെ? ഇത് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും എന്ന് കണ്ടെത്തുക. അപ്പം നിലവിൽ അവരുടെ തുക എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞാൽ ഇവർക്ക് 40 ആവും. അപ്പൊ എന്ത് ചെയ്യുക? രണ്ടുപേരുടെയും 2 വീതം കുറയ്ക്കുക. സുനിതയ്ക്കും 2 കുറയ്ക്കുക, മകൾക്കും 2 കുറയ്ക്കുക. അപ്പൊ മൊത്തം 4 കുറച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ ആകെ പ്രായം 36. അപ്പോ നമുക്കറിയാം ഈ 5Dയും ഈ 1Dയും ചേർന്നാൽ 6D അല്ലേ? ആണ്. 6D എത്രയാണ്? 36. അപ്പൊ ഡി എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 6 എന്ന്. ഡി എത്രയാണ്? 6. അപ്പൊ ഡി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഡോട്ടറുടെ പ്രായം, മകളുടെ പ്രായം കിട്ടിക്കഴിഞ്ഞാൽ സുനിതയുടെ പ്രായം കണ്ടെത്താൻ അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 5 × 6 30 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം 30. തെറ്റുവോ? തെറ്റൂലല്ലോ. യെസ്. ഓക്കെ, ഇത്രയുള്ള ആൻസറേ. അടുത്തൊരു ശ്രേണിയാണ്, ലെറ്റർ സീരീസ് ആണ്. നേരത്തെ നമ്മൾ നമ്പർ സീരീസ് ചെയ്തതാണ്, അതുപോലെ ലെറ്റർ സീരീസ് ആണ്. CXB, EVD, GTF. ഇതിന്റെ ഒരു കണക്ഷൻ നോക്കുക. ആദ്യം നോക്കുമ്പോൾ CXB അല്ലെ? അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഇട്ട് ചെയ്യാം. C 3ാമത്തെ ലെറ്ററാ, X 24ാമത്തെ ലെറ്ററാ അല്ലെ? B 2ാമത്തെ ലെറ്റർ. ഓക്കെ, അടുത്ത EVDയിൽ വരികയാണെങ്കിൽ അത് 5ാമത്തെ ലെറ്റർ, വി എന്ന് പറയുന്നത് 22ാമത്തെ ലെറ്റർ, ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്റർ. അടുത്ത GTFിലേക്ക് വരികയാണെങ്കിൽ ജി എത്രാമത്തെ ലെറ്ററാ? 7ാമത്തെ ലെറ്റർ, ജി 20ാമത്തെ ലെറ്റർ, എഫ് 6ാമത്തെ ലെറ്റർ. അപ്പൊ അതിന്റെ ഒരു ഓർഡർ മനസ്സിലായല്ലോ. ആദ്യത്തേതിൽ എത്ര വീതം കൂടിയേ? 2 വീതം കൂടി. അടുത്തതിൽ വരുമ്പോൾ 2 വീതം കുറഞ്ഞിരിക്കുക അല്ലെ? അടുത്തതിൽ വരുമ്പോൾ പിന്നെയും 2 വീതം കൂടിയിരിക്കുക. അപ്പൊ ആ ഒരു ക്രമം പാലിക്കുക. 7നോട് 2 കൂട്ടിയിട്ട് 9 എന്ന് എഴുതുക. 20 നിന്ന് 2 കുറച്ചാൽ 18 എന്ന് എഴുതുക. 6നോട് 2 കൂട്ടിയിട്ട് 8 എന്ന് എഴുതുക. ഇനി ആ ലെറ്റേഴ്സ് എഴുതിക്കോ. 9 I, 18 R, 8 എട്ടാമത്തെ ആരാ? H. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം IRH എന്നാണ്. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ എവിടെ എത്തിയത്? IRHലേക്ക് എത്തിയത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്പേഴ്സ് എഴുതി നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെറ്റേഴ്സിന്റെ കണക്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ, നമ്മൾ നമ്പർ എഴുതി ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിന്റെയും നമ്പർ എഴുതിയാൽ അവിടെ എങ്ങനെയാണ് മാറിയിരിക്കുന്നത്, കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എത്ര വെച്ചിട്ടാണ് എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഉപകാരം കേട്ടോ. അപ്പൊ അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് ബോർഡ് മാസ് റൂള് പോലെ തന്നെയല്ലേ? 7.5 ഇൻറ്റു 22.36 പ്ലസ് 27.64 മൈനസ് 36.57 പ്ലസ് 3.43. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് നോക്കണം അല്ലെ? 22.36, 22.36 അല്ലെ?
27.64 തമ്മിൽ കൂട്ടുക. ഇത് കൂട്ടിയാൽ 50 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 6 4 10 അല്ലേ? പിന്നെ 6 3 9 1 10 അവിടെ എല്ലാം എന്ത് കിട്ടും? 0 കിട്ടും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ 50 എന്ന് നമുക്ക് കിട്ടും. അടുത്ത് ഇവിടെ വരുമ്പോൾ 36.57 അല്ലേ? ഇതിനോട് എന്ത് കൂട്ടണം? 3.43 കൂട്ടി എഴുതുക. ഇത് എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് 40.0 കൂട്ടി എഴുതി ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ രണ്ട് ബ്രാക്കറ്റ് നമുക്ക് മനസ്സിലായി. ഈ രണ്ട് ബ്രാക്കറ്റിലുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? ഇനി കുറയ്ക്കണം. 50-ൽ നിന്ന് 40 കുറച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും. ശരിയല്ലേ? അതായത് ഈ ഫുൾ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ ആ ചെറിയ രണ്ട് ബ്രാക്കറ്റുകളിൽ ഒരു വാല്യൂ 50 എന്നും അടുത്ത വാല്യൂ 40 എന്നും കിട്ടി. ഇവരെ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്തത്. 50-ൽ നിന്ന് 40 പോയാൽ എത്ര കിട്ടി? 10 ആണല്ലോ. ഇത് ആരോട് ഇനി ഗുണിക്കണം? 7.5നോട്. അപ്പൊ 7.5നോട് ഏത് ഗുണിക്കുക? 10 ഗുണിക്കുക. 7.5നോട് 10 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 75. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉത്തരം. ആൻസർ 75. തെറ്റരുത് കേട്ടോ. ഓക്കെ ആണേ. അപ്പൊ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ വാല്യൂസും ഇത് കൂട്ടിയാൽ എത്ര കിട്ടി? 50 കിട്ടി. ഇത് കൂട്ടിയപ്പോൾ 40 കിട്ടി. ഈ 50 നിന്ന് 40 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. ഈ 10നെ 7.5നോട് ഗുണിക്കുക. 7.5നോട് 10 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 75 ഉള്ളൂ കാര്യം. ക്ലിയർ ആയോ? യെസ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ നിന്ന് കിട്ടിയ 20 മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി. ഇപ്പൊ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്ര വലിയ സംഭവങ്ങളേ അല്ല. ഇവൻ ഏറ്റവും അവസാനത്തെ ചോദ്യം കാണുമ്പോൾ ഒരു ഭീകര ലുക്ക് ഉണ്ടെങ്കിലും ചെയ്തു വരുമ്പോൾ ഒരു ഭീകരതയില്ല. അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും ഉത്തരം കിട്ടും. നന്നായിട്ട് പരീക്ഷ എഴുതാനും പറ്റും. പിന്നെ അതിനകത്ത് കൺഫ്യൂഷൻ വരുന്ന 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. അതത്ര വലിയ പ്രശ്നക്കാരായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ തന്നെ ഒരു തവണ കൂടി ഒന്ന് ചെയ്ത് പരിശീലിച്ച് വെച്ചോളൂ. നമുക്ക് മെയിൻസിലേക്കും മറ്റ് പരീക്ഷകളിലും ഒക്കെ പോകുമ്പോൾ ഇത്തരം ചോദ്യങ്ങളെ ഉപകാരപ്പെടുത്താം. അറിയാലോ, 10th ലെവലിലോ 12th ലെവലിലോ ഒക്കെ ചോദിക്കുന്നത് അടുത്ത ഡിഗ്രി ലെവലിൽ നിന്ന് കിട്ടും. ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അടുത്ത 10th ലെവലിലോ 12th ലെവലിലോ കിട്ടും. അങ്ങനെ നമുക്ക് അടുത്ത പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന മോഡൽസ് ആണ്. ഒരു ചോദ്യവും ചെറുതല്ല, എല്ലാം കളക്ട് ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.